ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ഫിഷ് കറി റെസിപ്പിയാണ്. ആൻഡ് ഈ കറി ഉണ്ടാക്കുന്നത് അമ്മയാണ്. കാരണം ഈ കറി എനിക്ക് വയ്ക്കാൻ അറിയാത്തതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി ഒന്ന് റെക്കോർഡാക്കിയ കറി. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് ഐ പോസ്റ്റ് ഇറ്റ് ഇൻ യൂട്യൂബ്. ആൻഡ് യെസ്, പുതിയതായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവർ ഞങ്ങളുടെ ഫാമിലി ഒന്ന് ജോയിൻ ചെയ്യുക. സോ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഓൾസോ ഹിറ്റ് ദ ബെൽ ഐക്കോൺ സോ ദാറ്റ് യു ക്യാൻ വാച്ച് ദ നെക്സ്റ്റ് ഓർ അപ്കമിങ് വീഡിയോസ്. ആൻഡ് യെസ്, ലെറ്റ്സ് ഗോ ഇൻ ടു ദി കറി. ലെറ്റ്സ് ഗോ. പാരയാണോ അത്? എന്താ വങ്കട മീൻ. ഞങ്ങൾ ഇന്ന് കൂട്ടാൻ കറി വെക്കുന്നത് വങ്കട കറിയാണ്. അത് വറുത്തരച്ച് കറിയാണ് വെക്കുന്നത്. അതിന് ആദ്യമേ ഞങ്ങൾ തേങ്ങ തിരികെ ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് എരിക്ക് അവസരം കുരുമുളക് ഇട്ട് കഴിഞ്ഞ് ഉലുവ ഡബ്ബ നോക്കിക്കോളൂ. ഇതിൻ്റെ ആവശ്യത്തിന് ഉലുവ ഇട്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറി വെക്കും. തേങ്ങ വറക്കുവാണ്. ഇപ്പുറത്തെ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം വെച്ചു, കുടംപുളി ഇട്ടു, ഇച്ചിരി ഉപ്പും അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കുടംപുളിക്ക് പിടിക്കാനായിട്ട്. ഇച്ചിരി കുടംപുളിയും ഉപ്പും കൂടെ ചൂടുവെള്ളത്തിനകത്ത് ഇട്ടു. ഇനി ഞാൻ തേങ്ങ വറുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ എന്താ ഈ മീനിൻ്റെ പേര്? വാങ്കട മീൻ ഇവിടെ ചട്ടിയിൽ കിടപ്പുണ്ട്. ഈ സൈഡ് അമ്മ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കും. തേങ്ങ കരിയാതെ ചെറിയ ചൂടിൽ വറക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇവിടെ കുടംപുളിയും ഉപ്പും വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതവിടെ കിടന്ന് തിളച്ച് അത് നല്ലോണം കുതിരട്ടെ. അതങ്ങ് ഓഫാക്കി തേങ്ങയുടെ പരിപാടിയിലേക്കാണ്. തേങ്ങ നന്നായിട്ട് മൂക്കണം, കരിയാതെ തേങ്ങ നന്നായിട്ട് മൂക്കണം. മുളക്, ഉലുവ ഞങ്ങളിത് ഒരു തേങ്ങ മൊത്തം എടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതിരിക്കും കുറച്ചെണ്ണ, വെറും കുറച്ച്, ഒരു 1.5 സ്പൂണ്. ഏകദേശം തേങ്ങ മൂപ്പായി. അപ്പോൾ നമ്മളത് ആഫാക്കിയിട്ട് അതിന് വേണ്ടുന്ന ചേരുവകൾ നമ്മൾ ചേർക്കും. ബാക്കിയുള്ളത് ഓഫാക്കാൻ പോവാം. തേങ്ങയുടെ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾ വേണ്ട മസാലകൾ ചേർക്കും. ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. ഒരു 1/2 സ്പൂൺ കൂടുതൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. വെയിറ്റ് 5 നിമിഷം. ഇനി ഇടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നോക്കിയിടണം. ഇതിന് നല്ല എരിയുണ്ട്. ഇത് വീട്ടിൽ അരിച്ച മുളകായതുകൊണ്ട് നല്ല എരിയുണ്ട്. നിങ്ങളെടുക്കുന്ന മുളകിന് എരി നോക്കി നിങ്ങളിടണം. ഇവിടെ അമ്മ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ അമ്മ മല്ലിപ്പൊടി ഇടുക. എത്ര വലിയ സ്പൂണും അല്ല, അത്ര ചെറിയ സ്പൂണും അല്ല. 1 ടീസ്പൂൺ സൈസ്. 2.25. മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി ആറിക്കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല മഷി പോലെ ആയിരിക്കണം അല്ലേ? നന്നായിട്ട് അരയണം. ഞങ്ങളുടെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഇവിടെ അമ്മ മിക്സിയിലേക്ക് ഇടുവാണ്. ആ മിക്സ്ചർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് അടുപ്പിലോട്ട്. നല്ല സ്മെല്ലുണ്ട് ഫ്രണ്ട്സ്. ഇതാ ഒരു മുണിപ്പിക്കാനായിട്ട് സ്മെല്ല് നോക്കാനായിട്ട് എടുത്ത് വന്നിരിക്കുന്നു.
എനിക്ക് വെള്ളം പറഞ്ഞ ഒത്തിരി ഇഷ്ടം മീൻ കറി. ചട്ടി ചൂടായി. അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് മതി. എന്നുവെച്ചാൽ വറുത്തരയ്ക്കുന്ന കറിയല്ലേ, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ മതി, തോനെ ആവശ്യമില്ല. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അമ്മ അതിലേക്ക് കടുക് ഇടും. നിർബന്ധമില്ല കടുകിടാൻ. കടുകിടാൻ നിർബന്ധമില്ല. ഞാൻ പിന്നെ എല്ലാം വറക്കുന്നുണ്ട് മാത്രം. ഒരുമിച്ച് കൂട്ടാൻ വെച്ചിട്ട് ഞാൻ കടുക് വറക്കുന്നില്ല. ഞാൻ കടുക് വറുത്തങ്ങ് കൂട്ടാൻ വെക്കുന്നുണ്ട്, ഞാനങ്ങ് കടുക് വറക്കുകയാണ്. അതിനകത്തോട്ട് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ കടുകും നന്നായിട്ട് പൊട്ടിട്ടുണ്ട്. ഞാൻ ഇനി ഇടുന്നതിന് ഇഞ്ചിയാണ് ഇടുന്നത് ആദ്യം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വരട്ടെ, ലൈറ്റ് കളറാവട്ടെ. അതിന് ശേഷം ബാക്കിയുള്ളത് ലൈറ്റായിട്ടൊന്ന് കളർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇടുന്നത് ഉള്ളിയാണ്, ചെറിയ ഉള്ളിയായിരുന്നു. നല്ല സ്മെല്ലോ. खुशबू कैसा है? സ്മെല്ലുണ്ടാ? ഞങ്ങളെ കിച്ചൺ നല്ല സ്മെല്ലാ. എൻ്റെ കൂടെ ചക്കയുടെ സ്മെല്ലൂടെ വരുന്നുണ്ട്. നല്ല പഴുത്ത ചക്കയുണ്ട്, അതിൻ്റെ കൂടെ ഇതിൻ്റെ സ്മെല്ല്. വാ, ഇപ്പോൾ ഒരു മിക്സ് നല്ല സ്മെല്ലായി. അതിൻ്റെ കൂടെ തന്നെ ഈ കരിവേപ്പിലയും ഈ പച്ചമുളകും കൂടെ നിൽക്കും. അമ്മ എത്ര പച്ചമുളക് ഇട്ടമ്മ? ഇതിനകത്ത് 2, 3, 4, 5, 6 പച്ചമുളക് ഇട്ടുണ്ടമ്മ. നിങ്ങൾക്ക് എരിയുടെ അനുസരിച്ച് ഇടാം. എല്ലാം കൂടെ നന്നായിട്ട് മൂക്കുന്നതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇട്ടോ മസാല ഇട്ടേ. ഇതിനകത്തോട്ട് ഞാൻ മസാല എന്താണെന്ന് വെച്ചാൽ മസാല മൂക്കാൻ കൂടുതൽ സമയം വേണ്ട. നമ്മൾ തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം നന്നായിട്ട് വറുത്താണ് നമ്മൾ മസാല അരച്ചേക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം വേണ്ട. ഇതും കഴുകി ഒഴിക്കുന്നു. ഇത് തിരിച്ച് ഒത്തിരി മൂപ്പിക്കണമെന്നില്ല, കാരണം നമ്മൾ തേങ്ങ മൂപ്പിച്ച് മസാല മൂപ്പിച്ചിട്ടാണ് പേസ്റ്റ് ആക്കിയത്. അതുകൊണ്ട് ഇനി ഒത്തിരി നേരം എടുക്കത്തില്ല. എൻ്റെ പച്ചമണമെല്ലാം ആദ്യമേ പോയിരിക്കുക. സോ അമ്മ ഇവിടെ ഈ മിക്സിയിൽ ഇരിക്കുന്ന മസാല മൊത്തം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീനാക്കി അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു. ആവശ്യം എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഒഴിക്കാം. തിളച്ച് വരുമ്പോൾ ചിലർക്ക് കുറുകിയ കറിയെ ഇഷ്ടം, ഇപ്പോൾ ആ അളവിന് വെള്ളം ഒഴിച്ചാൽ മതി. ചിലർക്ക് വെള്ളം പോലെ വേണം കറി. സോ നമുക്ക് ഏത് രീതിക്കാണ് കറി വേണ്ടത് ആ രീതിക്ക് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളും തോനെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, മീൻ കറി ആയതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് കഴുകി ഒഴിക്കുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇല്ലേ? ഹലോ ഫ്രണ്ട്സ്. ഇതാ എൻ്റെ അമ്മ. ഞാനാ ഇവരുടെ അമ്മ. ആരടുത്തും പറയില്ല, ആരടുത്തൊന്നും പറയില്ല. മുടക്കം പുളിയല്ലേ, നമുക്കതൊരു 4 പീസായിട്ട് ഒരെണ്ണം 4 പീസായിട്ട് ഒന്ന് മുറിച്ചിടുക. ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ ഇച്ചിരി തോനെ എടുത്തിട്ടുണ്ട്, കാരണം ഈ പുളിക്ക് പുളിയില്ല. ചില പുളിക്ക് പുളിയില്ല, ചില പുളിക്ക് നന്നായിട്ട് പുളിയുണ്ട്. ഇവിടുത്തെ പുളിക്ക് നല്ല പുളിയില്ല, അതുകൊണ്ട് ഇത്ര എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്ര ഇടുവാണ്. ഇത് ഇതിനകത്തോട്ട് ഇടുക. ഞാൻ കൂട്ടാനും തിളച്ചിട്ടുണ്ട്. കുടംപുളി ഇട്ട് അതിനകത്തുള്ള വെള്ളം ഞാൻ കുടംപുളി കഴുകിയിട്ടത് കൊണ്ട് ആ ചൂടുവെള്ളം ഇതിനകത്തോട്ടങ്ങ് ഒഴിക്കുകയാണ്.
എന്നാലും നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. സത്യം പറയാലോ, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അമ്മ വയ്ക്കുന്ന കറി ആയതുകൊണ്ടല്ല, നല്ല സ്മെല്ലുണ്ട്. എല്ലാ ബിഗിനേഴ്സിനും മസ്റ്റ് ട്രൈ കറി ആയിരിക്കും. നോക്കി ചെയ്യുക. പൂച്ച വന്നോ ഇവിടെ? ഒന്നിലല്ലോ പോയി. അവിടെ ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് കറി ആയിക്കൊണ്ടിരിക്കാം. ഇതിൽ ചതയിലേക്കുള്ള അങ്ങ് അടിച്ച് വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി കറിയുടെ ഉപ്പൊന്ന് നോക്കാം. മീനിട്ടിട്ടില്ല. ഉപ്പ് കറക്റ്റായി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മീനിടുകയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ പണിയുണ്ട്. ആരും തെറ്റായിട്ടൊന്നും വിചാരിക്കും. ഇല്ല, ഇത് ഇവിടുത്തെ രീതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പറയാമോ? ഈ കറി ചുറ്റി ഞാൻ അടുപ്പിലേക്ക് ഇടും. മിക്കുള്ള സമയം ഞാൻ ചെയ്യാറില്ല. അപ്പം എൻ്റെ അമ്മനെ ചീത്ത പറയാറുമുണ്ട്. സോ ഇതൊക്കെ ആരൊക്കെ ചെയ്യാറുണ്ടോ എന്ന് പറയാമോ? എനിക്കത് ചെയ്തെങ്കിലേ എനിക്ക് മനസ്സിന് തൃപ്തിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെറ്റായിട്ട് വിചാരിക്കണ്ട. ഞാൻ എൻ്റെ മോക്ക് ഉപ്പ് നോക്കാൻ കൊടുക്കുവാണ്. ഇത് എൻ്റെ കയ്യാണ്. സ്നേഹമുള്ള എൻ്റെ മക്കളുമാർ എനിക്ക് ഈ കറിക്ക് എനിക്കും തരുവോ? കൊള്ളാം, എനിക്കും തരുവോ? എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് ഒന്നും ഇടണ്ട. ഇനി മക്കളെ ഞാൻ മീനിടുവാണ്. ഇതിനകത്ത് മീനിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മീൻ കറി എനിക്ക് ready. തരുവോ? ഇതും തിളക്കിട്ട് തരാം. ആദ്യമേ 3 തലയുണ്ട്, അതങ്ങ് പുറത്ത് മുക്കി വെക്കുക. എന്നിട്ട് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടാം. വലിയ കഷ്ണമായതുകൊണ്ട് വലുതായിട്ട് കഷ്ണമൊന്നുമില്ല. എല്ലാം വലിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചു. അത്രയേ ഉള്ളൂ. ഇച്ചിരി നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് ഇരുന്നോട്ടെ. സത്യം പറയല്ലോ, കറക്റ്റ് ഉപ്പ് കറക്റ്റ് ആയിട്ടുള്ളൂ. ഒരു എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാനില്ല. സൂപ്പർ കറിയാണ്. ഒരു പൊതിച്ച് ചോദിച്ചു, പക്ഷെ അമ്മ കൊടുത്തില്ല. സാധാരണ ഞാൻ കറി വെച്ചാൽ ഉപ്പ് നോക്കാറില്ല. പക്ഷെ ഇന്ന് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഉപ്പ് നോക്കാൻ കൊടുത്തത്. ഇതിന് ഈ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീനിനും ചെയ്യാം. ഇല്ലമ്മ? വറുത്തരിക്കുന്ന മീൻ ഏതായാലും ചെയ്യാം. കരിമീൻ സൂപ്പറായിട്ട് വരും കേട്ടോ. അയ്യോ, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതാ ഞങ്ങളുടെ ഫിഷ് കറി റെസിപ്പി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് യെസ്, ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയെ ട്രൈ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ വാല്യൂബിൾ കമൻറ്റ്സ് പിൻ ചെയ്യുക. ആൻഡ് ഓൾസോ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് പ്ലീസ് ജോയിൻ അവർ ഫാമിലി. ആൻഡ് ഓൾസോ ഹിറ്റ് ദ ബെൽ ഐക്കൺ സോ ദാറ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ അപ്കമിങ് വീഡിയോസ് കാണാൻ പറ്റും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ടാറ്റ, ബൈ.